എൻ്റെ പേര് വിഘ്നേഷാണ്. ഞാനിവിടെ ഓഫീസിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ട്രേഡിംഗ് ഫോറക്സിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഞാൻ 4 to 5 years ആയി. അപ്പം ഞാൻ പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിൻ്റെ കൂടെ തന്നെ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇൻകം അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റോഫ് ഒന്ന് ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നാണെങ്കിൽ. എൻ്റെ പേര് മുഹമ്മദ് റൌഫ്. ഞാൻ വരുന്നത് പാലക്കാട് പട്ടാമ്പിയിൽ നിന്നാണ്. +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അന്വേഷിച്ച് നേരെ ഇതിൽ വന്ന് എത്തിപ്പെട്ടതാണ്. കഴിഞ്ഞ ബാച്ചിലായിരുന്നു ശരിക്കും വരേണ്ടിയിരുന്നത്. ഒന്ന് ഡിലേ കാരണം ഈ ബാച്ചിലായി. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, പിന്നെ 3 ഏട്ടന്മാർ, ഒരു അനിയത്തി. റീസൺ എന്തായിരുന്നു വെച്ചാൽ, അങ്ങനെ വീട്ടിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് പ്രാരാബ്ദങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഏട്ടന്മാരൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കാനഡ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്തായാലും കുറേ ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ലോൺ കാര്യങ്ങൾ അങ്ങനെ എടുത്തിട്ട് നമ്മളൊരു വലിയൊരു എമൗണ്ട് കടാക്കിയിട്ട് വേണം പോകാൻ. പിന്നെ അത് വീട്ടാൻ കുറച്ച് ഇയേഴ്സ് അങ്ങനെയും വേണം. അപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിച്ച് എന്താണ് ഇപ്പോൾ ഒന്ന് എനിക്ക് പറ്റിയത്. ഫിനാൻഷ്യലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാക്ക്ഗ്രൗണ്ടാണ് വീട്ടിൽ. അപ്പോൾ പിന്നെ പൈസ ഉണ്ടാക്കാനുള്ളൊരു പരിപാടി നോക്കിയിട്ട് അങ്ങനെ അന്വേഷിച്ചൊരു 2-3 മാസം അങ്ങനെ മൊത്തം അന്വേഷിച്ച് ലാസ്റ്റ് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ച് അങ്ങനെ ലാസ്റ്റ് എത്തിപ്പെട്ടാണ് ഇങ്ങനെ മില്യൺ ഡോട്ട്സിൽ നിന്ന് ഒരാൾ റെഫർ ചെയ്തല്ല, ഞാൻ തന്നെ ഇങ്ങനെ വിളിച്ച് ലാസ്റ്റ് മില്യൺ ഡോട്ട്സിലേക്ക് എത്തി. നമ്മളെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി കണ്ടിട്ട് അങ്ങനെ വിളിച്ചു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. ഒരു കറക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്തിട്ട് പറഞ്ഞു തന്നു. മില്യൺ ഡോട്ട്സിലെ ഒരു സഞ്ജയ് എന്ന് പറഞ്ഞിട്ടൊരു മെൻറ്റർ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പോൾ എനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് കിട്ടി. എന്താണ് ട്രേഡിംഗ് എന്നില്ല ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. ഓരോന്ന് വിളിക്കുമ്പോൾ അവരുടെ ഫീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കൂടുതലൊന്നും നമുക്ക് ട്രേഡിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്കൊന്നും കൂടെ ഒരു കോൺഫിഡൻസ് തന്നു മില്യൺ ഡോട്ട്സ് പറഞ്ഞ കാഴ്ചയിൽ. മെൻറ്റർ സഞ്ജയ് തന്നെ നല്ല ബിഹേവിയർ കാര്യങ്ങളായിരുന്നു. മൊത്തം നമ്മൾ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർത്ത് തന്നു. ഒരു ട്രേഡ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കാന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതിൽ വിട്ടിട്ട് ഒരു സ്കില്ല് പഠിക്കാൻ വന്നി. പിന്നെ ക്യാഷ് എന്നുള്ള കൺസെപ്റ്റ് മൈൻഡിൽ നിന്ന് കള. എന്നിട്ട് ഒരു സ്കില്ല്, ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് പഠിക്കുന്ന പോലെ അങ്ങനെ പഠിച്ചിട്ട് ബാക്കി നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. പൈസ എന്നുള്ള കൺസെപ്റ്റിനെ ആദ്യം തന്നെ ഇതിൽ നിന്ന് മാറ്റി തന്നു സഞ്ജയ് ബ്രോ. നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല ആദ്യം മുമ്പത്തെ ബാച്ചിലിരുന്ന് ശരിക്കും ജോയിൻ ചെയ്യേണ്ടതെന്ന്. ഒരു മാസം ഞങ്ങൾ സംസാരിച്ചു. നെക്സ്റ്റ് ബാച്ചിക്ക് സ്റ്റാർട്ടാവണ വരെ ഞാൻ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതന്നെ മുമ്പ് എന്ന് പറയുക വെച്ചെങ്കിൽ എനിക്ക് പെട്ടെന്ന് വന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖലയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ഒക്കെ വെച്ച് പുറത്തു അങ്ങനെ തന്നെയാണ്. കൂടുതൽ ഇതിലവിടെ ഇറങ്ങി ചെല്ലുമ്പോഴേ ഉള്ളൂ മനസ്സിലാവും. പിന്നെ മില്യൺ ഡോട്ട്സിൽ ഞാൻ പറഞ്ഞില്ലേ, തുടക്കം തൊട്ടേ മില്യൺ ഡോട്ട്സിൽ ആ ഒരു മെൻറ്റർ എനിക്ക് പറഞ്ഞു തന്നിരുന്നത് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയില്ല, പക്ഷെ പതിയെ പറ്റും. അപ്പോൾ ക്യാഷ് എന്നുള്ളൊരു കൺസെപ്റ്റ് വിട്ടിട്ട് ഒരു സ്കില്ല് പഠിച്ചിട്ട് വരിക. അങ്ങനെ ആദ്യം തന്നെ എനിക്കൊരു ഒരു പോയിന്റ് കാണിച്ചു തന്നു. ദെൻ പിന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡേ കഴിയുമ്പോഴും നമുക്ക് ഓരോന്നും ഇങ്ങനെ മനസ്സിലായി വരുന്നത്. അത് പെട്ടെന്നൊന്നും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു സ്കില്ല് ആദ്യം പഠിച്ചതിന് ശേഷം പിന്നെ അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, ബാക്കിൽ ക്യാപിറ്റൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് മെല്ലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം സ്കില്ലിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്തായാലും ഉണ്ടാക്കാൻ പറ്റും ഒരു ടൈം പീരീഡ് കഴിയണവരെ. ട്രേഡിംഗ് പറഞ്ഞു കഴിച്ചെങ്കിൽ എന്താ ഓക്കെയാണ്. ഈ ഒരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ആദ്യം വന്നിക്കുകയാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ആദ്യമൊരു സ്കില്ല് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ആണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി ചെന്നാലുള്ള അതിനെക്കുറിച്ചിട്ട് അറിയുള്ളൂ. പുറത്തുനിന്ന് ഇറങ്ങുക വെച്ചെങ്കിൽ ഒരു ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയാണ്, സിമ്പിളാണെന്നൊക്കെയുള്ളൊരു ധാരണയാണ്. അപ്പോൾ ഇവിടെ വന്നാലാണ് അത് കറക്റ്റ് അറിയുള്ളൂ. നമുക്ക് ഇതിന് എത്ര എഫേർട്ട് ഉണ്ട് അതൊക്കെ എടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ പോലെ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഞാൻ ഓഫ്ലൈൻ 45 ദിവസമാണ്. അതെ പക്ക. ഞാൻ അതന്നെ ചോദിച്ചിരുന്നു. ഞാൻ മുമ്പ് ഇതിനും വീഡിയോസോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ പഠിക്കണോ, അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും പിന്നോട് പറഞ്ഞു വൈറ്റ് പേപ്പറായിട്ട് നീ വന്നാൽ മതി, ഒന്നും വേണ്ട, ഫുൾ പക്കയായിട്ട് ഒന്നും അറിയാണ്ട് നീ വന്നാൽ മതി, A to Z അങ്ങനെ പഠിച്ചു പോകണം ബെറ്റർ, അല്ലെങ്കിൽ രണ്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ചോദിക്കുക, കാര്യങ്ങളൊക്കെ സംസാരിക്കുക. പിന്നെ എന്ന് പറയുക വെച്ചെങ്കിൽ അത്രയും ഏജില്ലെന്നല്ലല്ലോ, നമുക്കൊരു സംസാരിക്കാൻ പറ്റിയൊരു
അതെ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. അതെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പിന്നെ ക്ലാസ് റൂമിലായാലും കുറച്ച് ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാം. ഒരു ഡിഗ്രി +2 അങ്ങനെ പറയുന്ന ഒരു സ്ട്രിക്റ്റോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് കാമായിട്ട് സംസാരിച്ച് മെൻറ്റേഴ്സിനോടൊക്കെ സംസാരിച്ച് ഒരു തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് ചെയ്യാം. ഒരു ഹാർഡായിട്ടൊന്നുമല്ല, സിമ്പിളായിട്ട് തന്നെ ആ ഒരു വേക്ക് എത്തും. അത് എല്ലാവരും പറഞ്ഞു തരും അവർ. പിന്നെ നമുക്ക് തന്നെ നമുക്ക് തോന്നും ഏതാണ് നമുക്ക് ബെറ്റർ എന്ന് തോന്നും. ചിലർ ഫുൾ ടൈം ട്രേഡ് ആയിട്ട് ഇരിക്കാനൊക്കെ അവർക്ക് വെച്ചെങ്കിൽ ഇൻട്രാഡേ ആൻഡ് സ്വിങ് അങ്ങനെ പോകുന്ന കാര്യം. ചിലർ ജോബിനൊക്കെ പോകുന്ന കാര്യം ഇതൊന്ന് പഠിച്ചിട്ട് ഒരു സ്കില്ല് ആക്കി വെച്ച് ദെൻ പിന്നെ അവരുടെ ജോബിനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ലെവലാനൊക്കെ അവർക്കൊക്കെ വെച്ചെങ്കിൽ സ്വിങ് ബെറ്ററാണ്, ബെസ്റ്റാണ്. അങ്ങനെ ഞാനെന്ന് പറയുക ഇത് ഫുള്ളായിട്ട് ഇതിലിരിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ എനിക്ക് ഇൻട്രാഡേയും ദെൻ നമ്മുടെ സ്വിങ് ആയിട്ട് ഓപ്ഷൻസും സ്വിങ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനാണ് എൻ്റെ പ്ലാന്. ഓപ്ഷൻ ബൈയിങ് കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്യാപിറ്റലിൻ്റെ റേസ് ചെയ്തിട്ടാണെങ്കിൽ സെല്ലിങ്ങും കൂടെ നോക്കാം. അങ്ങനെ ഓരോന്നിനോരോ കാര്യങ്ങളുണ്ട്. ബൈയിങ് എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പെർസെൻറ്റേജ് 12% ആണ് ഐ തിങ്ക്, ഓർക്കുന്നില്ല കറക്റ്റായിട്ട്. അതാ ഞാൻ പറഞ്ഞേ, നമ്മളെപ്പോഴും പിന്നെ സംസാരിക്കുകയാണെങ്കിൽ ഫുൾ ട്രേഡിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഏജ് വർക്കാച്ച് ഞാൻ വിചാരിച്ചിരുന്നത് ഞാനങ്ങനെ ചെറിയത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. വരുന്നതിന് മുമ്പേ ഞാനെന്ത് കാണിക്കുക, എല്ലാവരും വലുതാക്കാരോ ഈ ജോബിൽ നിന്നൊക്കെ റിസൈൻ ചെയ്ത് വരുന്നവരും അങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നോക്കിയൊക്കെ വന്നപ്പോൾ യങ്സാണ് മൊത്തം. 24, 22, 23 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏജ് ഉള്ളവരെന്നെയാണ്. പിന്നെ പെട്ടെന്ന് കമ്പനിയായി. പിന്നെ ക്ലാസ് റൂമിലായാലും ഫണ്ണായതുകൊണ്ട് എപ്പോഴും സ്ട്രിക്റ്റ് അല്ല, അതുകൊണ്ട് കമ്പനിയായി എല്ലാവരും പെട്ടെന്ന്. ഒരു മാസം 1.5 മാസം എന്ന് പറഞ്ഞാൽ ഒരു ഇയർ പരിചയമുള്ള പോലെയൊക്കെ ആയിപ്പോയി. എനിക്കിപ്പോൾ 21. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം, പിന്നെ ഫണ്ടായാലും ടൈമായാലും അതിൻ്റെ ഒരു പകുതി ഇവിടെ മതി ഐ തിങ്ക്. എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ അല്ലേ. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അത്രയും നമ്മൾ എഫേർട്ട് എടുക്കുന്നത് അത്രയും ക്യാഷ് അവിടെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ക്യാഷും പകുതി എഫേർട്ടും ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് സക്സസ്ഫുൾ ആവും. പറഞ്ഞ രീതിക്ക് ആവുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓരോ വേണ്ട ആ വേല പോവാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഭയങ്കര ഫസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ അവർ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല. ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇല്ലല്ലോ അതൊക്കെ പറ്റും എന്ന് നമുക്കിങ്ങനെ തോന്നും. പക്ഷേ ഫസ്റ്റ് ട്രേഡ് എടുക്കുമ്പോഴും അയ്യോ ഇതെന്താ കയറുന്നു ഇതെന്താ ഇറങ്ങുന്നു പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ തോട്ടുള്ള ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഫസ്റ്റ് ഇങ്ങനെ 300 രൂപ 400 രൂപ ഫസ്റ്റ് എന്തായാലും പോകുന്നു അവർ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ കിട്ടുമെന്നും പറയുന്നുണ്ട്. അത് പോയാൽ തന്നെ പഠിക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഒരു 2-3 വീക്സൊക്കെ ആയിട്ട് അങ്ങനെ ട്രേഡ് എടുക്കാൻ നോക്കി, അങ്ങനെ കുറച്ച് ഫെയിലൊക്കെ ആയി, SL8 ചെയ്ത് കുറേ അങ്ങനെ പോയി. ഇമോഷണലി അപ്പോൾ എന്താണെന്ന് മനസ്സിലായി, അപ്പോൾ കറക്റ്റ് വർക്കായി. ഇനി ഇത് കുറച്ചും കൂടെ ചെയ്തിട്ട് നമ്മൾ ആ ഇമോഷണലി കൺട്രോൾ ചെയ്ത് അവർ പറഞ്ഞ രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. അത് കറക്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. റിസ്ക് അതെ നല്ല രീതിക്ക് നമ്മൾ റിസ്ക് മാനേജ് ചെയ്യണം. എന്നാൽ തന്നെയുള്ള മുന്നോട്ട് പോകാൻ പറ്റുക. അതെ ഇപ്പോഴല്ല, അതാ പറഞ്ഞ ആ ഒരു ട്രാക്ക് കയറണം നമ്മൾ ആദ്യം, ആ ഹാർഡ് വർക്ക് ചെയ്തിട്ട്. അതെ എന്തായാലും അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല, ഇത് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല. അതിൻ്റെ അകത്ത് കയറിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെയാണ്. പുറത്തുനിന്ന് ഇറക്കുക നമ്മൾ ഒരു ക്യാഷ് ഉണ്ടാക്കാന്നുള്ളൊരു കൺസെപ്റ്റിൽ മാത്രം വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളാണ്. അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റേതായ രീതികളുണ്ടാവും. അത് ഇവിടെ നിന്നിട്ടല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പുറത്തിറക്കുക വെച്ചാൽ ക്യാഷ് ഉണ്ടാക്കുക അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലേ വരിക. അത് ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ച് ലാഗ് ആവുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇമോഷണലി പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഇതാവും. അതാണ് എനിക്ക്